കഥ നടക്കുന്നത് കേരളത്തിലല്ല, അല്ല ഇന്ത്യയിലല്ല, അല്ല വെനീസിലല്ല, അല്ല ജപ്പാനിലല്ല, അല്ല അമേരിക്കയിലും അല്ല, അല്ല പിന്നെ എവിടെയാണ്? എറണാകുളത്തിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ. വണ്ടി ഒന്ന് നിർത്തിക്കേ. എന്താടാ വണ്ടി ഒന്ന് വിളിച്ചേടാ. എടാ ബോർഡ് അനുസരിച്ചേടാ. വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ എഴുതി വെക്കാം. കാച്ചവകള്. എന്താടാ മക്കളെ, വഴിവെല്ലാം തെറ്റിയോ? ഇതെന്താ ചേട്ടാ ഇങ്ങനെ? മക്കളെ നിനക്ക് തിരക്കില്ലെങ്കിൽ ഇങ്ങോട്ട് വാ, കാര്യം ഞാൻ പറഞ്ഞു തരാം. വാ. എന്താന്നറിയാം. വരൂ 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 വരൂ. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് ഇങ്ങനെയുള്ള കാരണം നിങ്ങൾക്ക് അറിയണമല്ലേ? ആദ്യം നിങ്ങൾ അവനെ അറിയണം. ഏതാ? അവനാണ് മൈരൻ. മൈരൻ മനോഹരൻ. മൈരൻ മനോഹരൻ. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? അവന്റെ സ്വഭാവം നിനക്കറിയില്ല. ഈ ഗ്രാമം മുഴുവൻ അവന്റെ പേര് കേട്ട പേടിച്ച് വിറക്കും. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരൊക്കെ അവന് ഭ്രാന്താ. അതാണ് അഭിനയം. ഇത് ഞാൻ പൊളിക്കും. ഉണ്ട് ഇത് ഈ നാട്ടിലൊരു സംഭവം നടന്നാൽ ഈച്ചകൾ പോലും എന്റെ അടുത്ത് വരും. ഇങ്ങനെ കുളിക്കാൻ നനക്കാൻ നടന്ന ഈച്ചയല്ല, പുഴു വരെ നിന്റെ അടുത്ത് വരും. മനോഹരം വരുന്നുണ്ടല്ലോ. ഇന്ന് പണിക്കൊന്നും പോയില്ലടാ? ഓ ഇല്ലടാ, പണിക്കൊന്നും പോയില്ല. നിന്നെപ്പോലുള്ളവരാണടാ തൊഴിലാളി വർഗത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നത്. നീ വോട്ട് ചെയ്യാൻ പോയില്ലടാ? പോയി. അല്ല നീ എന്താണ് പ്രശ്നം ഉണ്ടാക്കിയത്? എടാ എന്റെ മരിച്ചുപോയ അമ്മുമ്മ കഴിഞ്ഞ ഇലക്ഷനും ഈ ഇലക്ഷനും വന്ന് വോട്ട് ചെയ്ത്. എന്നാ അമ്മുമ്മേനെ ഒന്ന് കാണാന്ന് ഓർത്ത് ഞാൻ ചെന്നതാ. അവര് കാണിച്ചില്ലടാ. എന്ത് മയിരാണ്? വേണ്ട വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. മയിലുകള് സ്കൂൾ അടച്ച്. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇത് നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? പോടാ നീ പോടാ പട്ടി. എണീറ്റ് പോടാ, വല്ല പണിക്കും പോടാ മയിലുകളെ. അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട. ദൈവമേ, ആ മൈരം മനോഹരം വരുന്നുണ്ട്. കുളിയും കഴിഞ്ഞ ചായ ഇന്ന് കടിയൊന്നും ഇല്ലേ? തരാൻ എനിക്ക് വല്ല കടിയുള്ളതാണല്ലോ. ഞാൻ നിന്റെ ഉണ്ട. സാറ് കാശ് തരണമെന്നില്ല, പക്ഷെ ദിവസവും എന്റെ കടയിൽ തന്നെ വരണം. ഞാൻ പറ്റുതരാം. നല്ലതല്ല ഉണ്ടക്കായ, നെയ്യപ്പം, മധുരസേവ. ഇനി ഫ്രൂട്ട് സലാഡോ ചൂട് പാലോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും? ഇന്നിനിപ്പോ വേണ്ട, എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടല്ലോ, എപ്പോ വേണേലും. എന്ത് മയിലാണ്? ആ വേണേ കഴിച്ചിട്ട് പോടും. അവൻ ആരാ എന്നോട് കൽപ്പിക്കാൻ? അവന്റെ അച്ഛൻ കൽപ്പിച്ചിട്ടില്ല എന്നോട്. എന്നിട്ട് എന്നെ അവൻ ഭരിക്കാൻ പറ്റേ? ആ തന്റെ പേര് നടക്കണം. കിളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. ഹലോ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അർത്ഥമെടുക്കും. ഹലോ, പൊടിയല്ലേ? എത്രണ്ണ? മനസ്സിലായില്ലേ? യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും.